ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത മാങ്ങ വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവും. അപ്പോൾ നല്ല നാടൻ മാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഒരു റെസിപ്പി നമ്മൾ നാടൻ മാങ്ങ വെച്ചിട്ടാണ് അധികവും ചെയ്തെടുക്കൽ. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു മാങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരൊറ്റ മാങ്ങ വെച്ചിട്ട് 7-8 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഇത് നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ചെറിയ തരം മാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊലിയൊന്ന് കൈവച്ചിട്ട് തന്നെ എടുത്തു മാറ്റിയതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് ആ ഒരു അണ്ടിയോട് കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ചെറിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ വീട്ടിൽ എത്രത്തോളം ആളുകളുണ്ടോ അതിനനുസരിച്ച് മാങ്ങയുടെ എണ്ണം എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊട്ട് മിക്ക എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ മുഴുവനായിട്ടും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാങ്ങാണ്ടി കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ അത് നല്ല കളറുള്ള മാങ്ങയാണ്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഈ ഒരു മൺചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുഴുവൻ മാങ്ങയും ഞാൻ ആദ്യം ഈ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് നടുകെ കീറിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇഷ്ടമല്ലാത്തവർ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഞാനിതിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, വേറെ ഒന്നുമല്ല, നമ്മളിവിടെ മാമ്പഴ പുളിശ്ശേരിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനിതിനൊന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടുന്നത് വരെ വേണം നമുക്കിതിനെ കുക്ക് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ വീണ്ടും ഞാനിത് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ചുവന്നുള്ളിയും ഒരു 3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ തേങ്ങ ഫുള്ളായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിന് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ മാങ്ങ പീസ് ഇതുപോലെ കിടക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തവി യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയാണ്. അപ്പോൾ തേങ്ങ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തേങ്ങ അരച്ചെടുത്തിട്ടുള്ള മിക്സിയിലേക്ക് തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഞാൻ അതും കൂടെ ഈ ഒരു മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങാപ്പുളിശ്ശേരി എത്രത്തോളം ഗ്രേവി ആയിട്ട് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ചൂടാറി വരുന്ന ആ ഒരു സമയത്തും കുറച്ചും കൂടെ തിക്കായിട്ട് വരും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ചെറുതായിട്ട് തന്നെ തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഒരു 2-3 മിനിറ്റും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു തേങ്ങയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങക്ക് അത്യാവശ്യം മധുരമുണ്ട്, എന്നാലും ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം മധുരമില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ 1-1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചൊരു മധുരം കൂടുതലുണ്ടാകുമ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റും കൂടെ ഞാൻ ഇതേ രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് നന്നായിട്ട് മിക്സിയിൽ ഒന്നുകൂടെ അടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കട്ടകളായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു തിളക്കലൊക്കെ ഒന്ന് നിന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാനിതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്താലും കുറച്ചുകൂടെ സമയം അതിലിങ്ങനെ തിള വരും. അപ്പോൾ അതും കൂടെ പോയതിന് ശേഷം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തൈര് ചേർത്ത് തിളപ്പിച്ചെടുക്കരുത്. ഫുള്ള് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു ലൂസായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഒന്നും കൂടെ ചൂടാറി വരുന്ന സമയത്ത് ഇതൊന്നും കൂടെ കുറുകി വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒരു ഗോൾഡൻ കളറായി വരുന്ന ആ ഒരു സമയത്ത് 3 വറ്റൽമുളക് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇതിന് റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ കാണാൻ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു മാങ്ങാ സീസണിൽ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു മാമ്പഴ സീസണിൽ സിമ്പിളായിട്ട് തന്നെ മാമ്പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പികൾ ഒരു സീരീസ് ആയിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാം.